മൗലാന നജീബ് മൗലവിയുടെ ഒരു വലിയ ഗംഭീരമായ ചോദ്യം കണ്ടു. എം.എൻ. കാരശ്ശേരിയെ കുറിച്ചാണ്. മതത്തെക്കുറിച്ച് പറയാൻ, ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഇയാൾ ആരാണ്? അതാണ് ചോദ്യം. ഭയങ്കര ഗംഭീരമായ ചോദ്യം. ഇത് ആദ്യമായിട്ട് ചോദിക്കുന്ന ആൾ നജീബ് ഉസ്താദല്ല. ഇതിന് മുമ്പും പല മൂല്യവാൻ ചോദിച്ചിട്ടുണ്ട് പലരെ കുറിച്ച്. അതായത് ഇസ്ലാമിനെ കുറിച്ച് ഓരോരുത്തർ പറയുമ്പോൾ അയാൾ ആരാ ഇസ്ലാമിനെ കുറിച്ച് പറയാം എന്ന്. ഒരു അസ്ഗർ അലി എഞ്ചിനീയർ ഉണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ എഞ്ചിനീയറെ കുറിച്ച് ഇതേ നജീബ് മൗലവി പറയണത് ഞാൻ കണ്ടിട്ടുണ്ട്. അസ്ഗർ അലി എഞ്ചിനീയർ എന്ന് പറയുന്ന ആൾ അയാളുടേതായ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പുനർനിർവചിക്കാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ എഞ്ചിനീയറെ പണിയെടുത്താൽ പോരെ എന്ന രീതിയിൽ. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഇയാളാരാ, ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഇയാൾക്ക് എന്താ അർഹതയുള്ള, യോഗ്യതയുള്ള, ഇങ്ങനെ പലതരം ചോദ്യങ്ങളും പറച്ചിലുകളൊക്കെ ഇങ്ങനെ ഒരുപാട് മൂല്യന്മാർ ചോദിക്കാറുണ്ട്. നജീബ് മൗലവിൻ്റെ ഉസ്താദുമാർ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിപ്പോൾ ഒരുവിധം ഇസ്ലാം അനുകൂലികളൊക്കെ എന്തായാലും സമ്മതിക്കുന്ന ചോദ്യമായിരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, മതരഹിതരെ കുറിച്ച് പറയാം നിങ്ങളാരാ? മതരഹിതരെ കുറിച്ച്, മതമില്ലാത്ത ആൾക്കാരെ കുറിച്ച് അവരെങ്ങനെയാണ് കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ വക്താക്കളാണ്, അരാഷ്ട്രീയതയുടെ വക്താക്കളാണ്, അരാജകത്വത്തിൻ്റെ വക്താക്കളാണ്, ഇൻസസ്റ്റിൻ്റെ പ്രബോധകരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. അവരോട് എൻ്റെ ചോദ്യം ഇതാണ്, അത് പറയാൻ നിങ്ങളാരാണ്? മതരഹിതരെ കുറിച്ച് പറയാൻ മതരഹിതർക്കല്ലേ കഴിയുള്ളൂ. മതം ഒഴിവാക്കിയ ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അവർക്കല്ലേ അറിയുള്ളൂ. അതവരല്ലേ പറയേണ്ടത്. അതും അവരിൽ ഒരാൾ പറയുമ്പോഴത്തേന്, ഒരാളൊരാശയം പറയുമ്പോഴേക്കും അത് മുഴുവൻ ആളുകളിലേക്കും ബാധകമാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ തീവ്രവാദികളല്ലേ, വർഗീയവാദികളല്ലേ? എത്രങ്ങാനും ആൾക്കാരാണ് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് തീവ്രവാദം പറയണത്. എന്നിട്ടും നിങ്ങൾ പറയാം ഞങ്ങൾ തീവ്രവാദികളല്ലോ. ഒരൊറ്റ ആൾ ഇൻസസ്റ്റ് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അനുകൂലിച്ച് സംസാരിച്ചപ്പോഴേക്കും യുക്തിവാദികളും മതരഹിതരും മൊത്തം ഇൻസസ്റ്റിൻ്റെ ആളുകളായെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹു പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഫീലുലാലി സേഫ് പോലത്തെ വാളിൻ്റെ തണലിൽ എന്നുള്ള പുസ്തകമൊക്കെ ഏറ്റിപ്പിടിച്ചിട്ട്, കിതാബ് തൗഹീദ് പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ ഏറ്റിപ്പിടിച്ചിട്ടും ഒക്കെ തീവ്രവാദത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് ഒരു മുസ്ലിം അല്ലേ? അയാൾ എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു കൂട്ടി? അയാളുടെ മതത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോരപ്പുഴ ഒഴുക്കിയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്, ഒന്നുകിൽ എനിക്ക് ചോദിക്കാനുള്ളത് മതരഹിതരെ കുറിച്ച് പറയാൻ നിങ്ങളാര്, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ചോരപ്പുഴ ഒഴുക്കാനുള്ള കൊതിയെ ഉള്ളിൽ ഒതുക്കിയവരാണോ, നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ചോരപ്പുഴ ഒഴുക്കാൻ കാത്തിരിക്കുന്നവരാണോ എന്നുള്ളതാണ്. അപ്പോൾ ഏത് പക്ഷം പിടിച്ചാലും ആ പക്ഷത്തിനനുസരിച്ചുള്ള എൻ്റെ ചോദ്യത്തെ പിക്ക് ചെയ്യുക, കൃത്യമായ ഉത്തരം തരാം. രണ്ട് ചോദ്യത്തിനും പാടെ രണ്ട് പക്ഷത്തും നിന്നിട്ടും നിൽക്കാതെയുള്ള മറുപടി അത് വേണ്ട. നിങ്ങൾ മതരഹിതർ ഞങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല, ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടതില്ല എന്നാണെങ്കിൽ മതരഹിതരെ കുറിച്ച് നിങ്ങളും പറയേണ്ടതില്ല. അതല്ല, മതരഹിതരെ കുറിച്ച് ഞങ്ങൾ പറയുമെന്നാണെങ്കിൽ മതരഹിതർ ഇസ്ലാമിനെ കുറിച്ചും പറയൂ. മതരഹിതരായ ആളുകളിൽ ഒരുവൻ പോരെ അവൻ്റെ ഫുള്ള് നിലപാടുകളും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഫുള്ള് നിലപാടുകളും മനസ്സിലാക്കാൻ എന്നാണെങ്കിൽ നൂറുകണക്കിന് മുസ്ലിംസ് ചെയ്തു വെച്ചത് പോരെ ഇവിടെയുള്ള യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ എന്ന് എനിക്കും ചോദിക്കാമല്ലോ.